ഈ ഭൂമിയിൽ ഇങ്ങനെ ഞാൻ വന്ന് പിറക്കാൻ, ഈ അച്ഛനും അമ്മയ്ക്കും ഞാൻ വന്ന് ജനിക്കാനായിട്ട്, ഈ ദേശത്ത്, ഈ സഹോദരങ്ങൾക്കിടയിൽ, ഈ സുഹൃത്തുക്കളുടെ ഇടയിൽ, ഈ അറ്റ്മോസ്ഫിയർ ഞാൻ എന്തുകൊണ്ട് ജനിച്ചു, എന്തിനു വേണ്ടി ജനിച്ചു, ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നാണോ രാമായണത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു തുടങ്ങുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എന്താകണം, ഇങ്ങനെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ സമീപിക്കുമ്പോഴാണ് കൂടുതലായിട്ട് രാമായണത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. രാമായണത്തെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അവനവൻ ആര് എന്ത് ഇതാണ് മനസ്സിലാകുന്നത്. ആ ആ ഒരു യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ഈശ്വര തത്വം എന്താണ്? ഈശ്വര തത്വവും അവനവൻ്റെ തത്വവും ആത്മതത്വവും, ഈശ്വര തത്വവും ആത്മതത്വവും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താൻ ഈ രാമായണം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്.